നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വാസിയുടെ മരണാനന്തരാവസ്ഥ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചാൽ, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാധൂക്കർ അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചത് എന്തെന്നാൽ, ഗുരു, ഒരുത്തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒരുത്തൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു, സന്തതിയില്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ തന്നെ. 7 സന്തതിയില്ലാതെ മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും. എല്ലാവർക്കും ഭാര്യയായിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിൻ്റെയും ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്നരുളി ചെയ്തത് പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. കർത്താവിൻ്റെ അടുക്കൽ പരീക്ഷിച്ചുകൊണ്ട് പരീശന്മാരും ഹേരോദ്യരും വന്നു. അവർ പരാജയപ്പെട്ടു പോയി. അടുത്തതായിട്ട് സാധൂക്കരുടെ ഊഴമാണ്. സാധൂക്കര് മഹാപുരോഹിതന്മാരുടെ സ്വന്തം ആളുകളാണ്. ഒരുപക്ഷെ മഹാപുരോഹിതന്മാരാകാം ഇവരെ ചൂടാക്കി വിട്ടത്. അന്നത്തെ മഹാപുരോഹിതന്മാരൊക്കെ സാധൂക്കരായിരുന്നു. സാധൂക്കര് പരീശന്മാരെ പോലെയല്ല. പരീശന്മാര് കപടഭക്തി ഉണ്ടെങ്കിലും ഉപദേശം നിശ്ചയമുള്ളവരായിരുന്നു. മനുഷ്യന് ആത്മാവുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, പുനരുത്ഥാനമുണ്ട്, ദൂതന്മാരുണ്ട്, ഇതൊക്കെ വിശ്വസിക്കുന്നവരായിരുന്നു പരീശന്മാർ. എന്നാൽ സാധൂക്യര് അങ്ങനെയല്ല. സാധൂക്യര് പറഞ്ഞുകൊണ്ടിരുന്നത് നരകമില്ല, സ്വർഗമില്ല, ദൂതന്മാരില്ല, മനുഷ്യന് പുനരുത്ഥാനമില്ല, അല്ലെങ്കിൽ ആത്മാവില്ല, ഇതൊക്കെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു അന്നത്തെ മഹാപുരോഹിതന്മാർ. അപ്പോൾ എങ്ങനെ ജനം നന്നാകും നേതാക്കന്മാരിങ്ങനെയാണെങ്കിൽ? അവരെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഈ സാധൂക്കരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചിട്ട് പറയുകയാണ്, അതായത് പഴയ നിയമത്തിലുള്ളത്, ഒരു പുരുഷൻ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചു പോകാൻ ഇടയായാൽ അവൻ്റെ തൊട്ടടുത്ത സഹോദരൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ച് ഈ അതിജാതൻ്റെ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തണം. പക്ഷെ ഇവിടെ അവർ പറയുകയാണ്, 7 സഹോദരന്മാരുള്ള ഒരു വീട്ടിൽ മൂത്തവനൊരു കല്യാണം കഴിച്ചു, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മരിച്ചു. അപ്പോൾ രണ്ടാമൻ വചനപ്രകാരം അവളെ കല്യാണം കഴിച്ചു, മക്കളുണ്ടായില്ല. മൂന്നാമത്തവനും 4-മത്തവനും അങ്ങനെ 7 പേരും പുനരുത്ഥാനത്തിൽ അല്ലെങ്കിൽ മരണശേഷം ആ സ്ത്രീ ആർക്ക് ഭാര്യയാകും? 7 പേർക്കും ഭൂമിയിൽ ഭാര്യയായിരുന്നല്ലോ. ഇതാണ് ചോദ്യം. യേശുവിന് കൊടുക്കാനാണേ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശരിക്കറിയുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. പുനരുത്ഥാനത്തിൽ മനുഷ്യർ ദൈവദൂതന്മാരെ പോലെയാകുകയാണ്. ദൂതന്മാർ സ്ത്രീകളില്ല, ദൂതന്മാർക്ക് പ്രസവമില്ല, ദൂതന്മാർക്ക് കുഞ്ഞുങ്ങളില്ല, ദൂതന്മാർക്ക് മരണമില്ല, ദൂതന്മാർക്ക് വിവാഹമില്ല. ദൂതന്മാരുടെ എണ്ണം എന്നും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് യേശു ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു മരണം ആസ്വദിച്ചു. ദൂതന്മാർക്ക് മരണമില്ല, ദൂതന്മാർക്ക് അംഗസംഖ്യ കൂടാറില്ല, കുറയാറില്ല, ദൂതന്മാർക്ക് വിവാഹമില്ല, ദൂതന്മാർ സ്ത്രീകളില്ല. ഇതൊക്കെയാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവർക്കത് വേണ്ടത്ര പഠിക്കാൻ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല സാധൂക്കർക്ക്. അതുകൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെ ദൈവശക്തിയെ അറിയാത്തതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. യേശു മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഉൾപ്പടപ്പ് ഭാഗത്ത് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്നാണ്. അതിൻ്റെ ഒരർത്ഥം, ഞാൻ അബ്രഹാമിനോട് കനാൻ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകി. നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് നീ കാൽ ചവിട്ടുന്ന ഈ ദേശം തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അതുപോലെ ഇസ്ഹാക്കിനോടും പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്ക് ഈ സ്ഥലം അവകാശമായിട്ട് നൽകും. നീ മിസ്രൈമിലേക്ക് പോകേണ്ടതില്ല. ക്ഷാമകാലത്ത് നീ ഇവിടെ പാർക്കുക. ഞാൻ ഇവിടെ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്തതിക്ക് ഞാൻ ഈ സ്ഥലം ശാശ്വത അവകാശമായിട്ട് തരും. യാക്കോബ് പദ്ദൻഅരാമിലേക്ക് ഓടുന്ന സമയത്ത് ലൂസ് എന്ന ബേഥേലിൽ കിടന്നുറങ്ങിയപ്പോൾ ദൈവം പറയുകയാണ്, നീ കിടക്കുന്ന ഈ ഭൂമിയെ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി നൽകും. അപ്പോൾ അബ്രഹാമിനോട് ദൈവം കനാൻ നാടിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്തു. ഇസ്ഹാക്കിനോടും അത് തന്നെ പറഞ്ഞു, യാക്കോബിനോടും അത് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാക്ക് പറഞ്ഞ ദൈവമാണ് ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറുകയില്ല. തീർച്ചയായിട്ടും അവരോട്, പിതാക്കന്മാരോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഞാൻ കനാൻ നാട് ഇസ്രായേലിന്, അബ്രഹാമിൻ്റെ സന്തതിക്ക്, ഇസ്ഹാക്കിൻ്റെ സന്തതിക്ക്, യാക്കോബിൻ്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി നൽകും. അതുകൊണ്ട് നീ ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് പോവുക. അവിടെയുള്ള ജാതികളെയൊക്കെ തുരത്തി ഇസ്രായേലിന് ഞാൻ ആ ദേശം നൽകും എന്നാണ് ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ആയിരുന്നു എന്നല്ല, ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവം ആയിരുന്നു എന്നല്ല, ഞാൻ യാക്കോബിൻ്റെ ദൈവം ആയിരുന്നു എന്നല്ല, പിന്നെ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറഞ്ഞാൽ, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവിച്ചിരിക്കുന്നു. അവർ മരിച്ചു എന്നുള്ളത് ശരിയാണ്, ശാരീരികമായി അവരടക്കപ്പെട്ടു, അതും ശരിയാണ്. പക്ഷെ അവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അബ്രഹാം ജീവിച്ചിരിക്കുന്നു, ഇസ്ഹാക്ക് ജീവിച്ചിരിക്കുന്നു, യാക്കോബ് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. അബ്രഹാമിൻ്റെ ദൈവം ആയിരുന്നു എന്നല്ല, അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് അബ്രഹാം എന്നെ ഭജിച്ചിരുന്നു എന്നല്ല, ഇസ്ഹാക്ക് ജീവിച്ചിരുന്ന കാലത്ത് എന്നെ ഭജിച്ചിരുന്നു എന്നല്ല, യാക്കോബ് ജീവിച്ചിരുന്ന കാലത്ത് എന്നെ ഭജിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നല്ല. ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നു, അവർ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നു. ഇത് പഴയ നിയമത്തിലുള്ളതാണ്, ന്യായപ്രമാണത്തിലുള്ളതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആയിരുന്നു എന്നല്ല, ആകുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ, അബ്രഹാം ഇസ്ഹാക്കും യാക്കോബും ജീവിച്ചിരിക്കുന്നു, ദൈവം പാകെ ജീവിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ് സാധുക്കർക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പൊട്ടച്ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയാകുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന് മരണശേഷം പുനരുത്ഥാനമുണ്ട്. 2, അവിടെ വിവാഹ ജീവിതം ഇല്ല, അവർ ദൂതന്മാരെ പോലെ ആകുകയാണ്. ഇതാണ് യേശു പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് തെളിയിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെയും പോലെ, അല്ലെങ്കിൽ അവർ ദൈവദൂതന്മാരെ പോലെ ആയിത്തീരും. നിത്യകാലം അവർക്ക് ദൈവത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഇതാണ് ബൈബിൾ നൽകുന്ന പ്രത്യാശ. കർത്താവിനെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.